ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ പാഠഭാഗം തിരഞ്ഞെടുത്ത് കാണുന്നതിനായി താഴെ കാണുന്ന ചാനലിൻ്റെ പേര് സെലക്ട് ചെയ്യുക. മുകളിലെ ടാബിൽ നിന്നും പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആവശ്യമായ ക്ലാസ്സും സബ്ജക്റ്റും തിരഞ്ഞെടുക്കുക. അവിടെ നിന്ന് ആവശ്യമായ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് തിരഞ്ഞെടുത്ത് കാണാവുന്നതാണ്. 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയുടെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് മാസ് നമ്പർ ആൻഡ് ആറ്റമിക് നമ്പർ എന്നുള്ള ടോപ്പിക്കാണ്. ഇതിനു മുമ്പ് നമ്മൾ നീൽസ് ബോർ എന്ന ശാസ്ത്രജ്ഞൻ്റെ മോഡൽ ഓഫ് ആറ്റത്തിന് അദ്ദേഹം പറഞ്ഞ മാതൃക എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ മാസ് നമ്പറും ആറ്റമിക് നമ്പറും എന്താണെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിലുള്ള ടോപ്പിക്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമുക്കിനി മുന്നോട്ട് കെമിസ്ട്രി പഠിക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ മാസ് നമ്പർ ആൻഡ് ആറ്റമിക് നമ്പർ എന്നുള്ള ടോപ്പിക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബുക്കിൽ ഒരു ബോക്സ് ഉണ്ട് അല്ലേ, ഒരു ടേബിളുണ്ട്. അതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യണം. എന്താണ് നമ്മൾ ഇത്ര നേരം പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ, അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഫില്ല് ചെയ്യാനേ ആ ഒരു ബോക്സിൽ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ആദ്യത്തെ? നെയിം ഓഫ് പാർട്ടിക്കിൾ, കണത്തിൻ്റെ പേര്. എന്തൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചില്ലേ? അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കോളം എന്താണ്? പൊസിഷൻ എന്താണ്? ആറ്റത്തിലെ ഈ കണങ്ങളുടെ സ്ഥാനം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ്? പ്രോട്ടോണിൻ്റെ സ്ഥാനം എവിടെയാണ്? അത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. നമ്മൾ പഠിച്ചല്ലോ. അതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ ഇലക്ട്രോണിൻ്റെ സ്ഥാനം എവിടെയാണ്? ഔട്ട്സൈഡ് ന്യൂക്ലിയസ് ആണല്ലേ, ന്യൂക്ലിയസിന് പുറത്താണ്. കൂടാതെ ഇലക്ട്രോൺ എവിടെയാണ് കാണപ്പെടുന്നത് നമ്മൾ കുറച്ചുകൂടെ എക്സാക്റ്റ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നത് എങ്ങനെയാണ്? അതൊന്നെങ്കിൽ ഓർബിറ്റിൽ, ഓർബിറ്റ് എന്നോ ഷെൽ എന്നോ എനർജി ലെവൽ എന്നോ നമ്മൾ വിളിക്കുന്നു. അങ്ങനെയുള്ള ആ ഓർബിറ്റ് എന്നുള്ള ഒരു പാത്തിലൂടെയാണ് അത് ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി ന്യൂട്രോണിൻ്റെ സ്ഥാനം എവിടെയാണ്? ന്യൂട്രോണും ന്യൂക്ലിയസിനകത്താണ്. ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. മൂന്നാമത്തെ കോളത്തിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? മാസ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ്, പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസ്. അതായത് ഈ പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ ന്യൂട്രോണിൻ്റെ മാസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതെന്താണ്? നമുക്കറിയാം, ന്യൂട്രോണിനും പ്രോട്ടോണിനും ഒരേ മാസാണ്. അത് 1U എന്നുള്ളതാണ്. അതേസമയം ഇലക്ട്രോണിന് ഇതിനെ രണ്ടിനെയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ വളരെ കുറഞ്ഞ മാസമാണുള്ളത്. അതിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഒരു മാസേ ഉള്ളൂ. അതായത് നമുക്ക് വേണമെങ്കിൽ വേണ്ട എന്ന് 0 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അത്രയും ഒരു കുറഞ്ഞ ഒരു മാസമാണ് ആർക്കുള്ളത്? ഇലക്ട്രോണിനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നു പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് 1U എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഈ യു എന്താണെന്ന് അറിയാമോ? 1U എന്ന് എഴുതുന്നില്ലേ? യു എന്ന് പറയുന്നത് യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ യൂണിഫൈഡ് ആറ്റോമിക് മാസ് എന്നുള്ളതാണ്. അതിൻ്റെ സിമ്പലാണ് യു. അതെന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വലിയ വലിയ മാസുകളാണെങ്കിൽ, വലിയ വലിയ വസ്തുക്കളുടെ മാസ് നമ്മൾ ഏത് യൂണിറ്റിലാണ് കണക്കാക്കുന്നത്? ഒന്നെങ്കിൽ ഇത്ര ഗ്രാം എന്ന് പറയും, അല്ലെങ്കിൽ കിലോഗ്രാം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉള്ളതുപോലെ ആറ്റമിൻ്റെ മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ഈ യു, അഥവാ യൂണിഫൈഡ് മാസ് എന്നാണ് അതിൻ്റെ പേര്. യു എന്നാണ് അതിൻ്റെ സിമ്പൽ. കിലോഗ്രാം എന്ന പേരും kg എന്ന സിമ്പലും എഴുതില്ലേ, നമ്മൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ അങ്ങനെയുള്ള ഒരു യൂണിറ്റാണിത്. ആ യൂണിറ്റിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് ഏകദേശം തുല്യമാണ്. അത് 1U ആണെന്ന് നമുക്ക് പറയാം. അതുതന്നെയായിരിക്കും ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസും. അതും നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയറായി. ഇനി നമ്മളോട് 1-2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതും നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കറക്റ്റായി ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങൾ. എന്താണ് ഒന്നാമത്തേത്? ആറ്റത്തിൻ്റെ മാസ് പ്രധാനമായും ഏതെല്ലാം കണങ്ങളുടെ മാസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? ആറ്റത്തിൻ്റെ മാസ് ഇതിൽ ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതിൽ ഏതിൻ്റെയൊക്കെ മാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്കറിയാം, നമ്മളിപ്പോൾ തന്നെ പഠിച്ചേ ഉള്ളൂ, ഇലക്ട്രോണിന് നെഗ്ലിജിബിൾ മാസ്, അതായത് ഇലക്ട്രോണിൻ്റെ മാസ് നമുക്ക് 0 എന്നെടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിൽ പിന്നെ ബാക്കി 2 കണങ്ങൾ ഏതൊക്കെയുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസിനെ ആശ്രയിച്ചാണ് എന്തിരിക്കുന്നത്? ഒരു ആറ്റത്തിൻ്റെ മാസ് ഇരിക്കുന്നത്. മനസ്സിലായല്ലോ അതിൻ്റെ ഉത്തരം? അതുപോലെ തന്നെ ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്താണ്? ഒരു പ്രോട്ടോണിൻ്റെ മാസ് എന്താണ്? നമ്മളിപ്പോൾ പഠിച്ചു, 1U എന്ന് നമുക്ക് എഴുതാം. അതേപോലെ ഒരു ന്യൂട്രോണിൻ്റെ മാസ് എന്താണ്? ഇതിപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ്. ന്യൂട്രോണിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കണു. അതും 1U തന്നെയാണ്. അതും നമ്മൾ പഠിച്ചല്ലോ. അടുത്ത ഒരു ചോദ്യമാണ്,
ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമുള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് എത്രയായിരിക്കും എന്ന് അതാണ് ചോദ്യം. നോക്കൂ, അപ്പോൾ നമുക്ക് എങ്ങനെ വരച്ച് നോക്കാം. ഓക്കെ, ഒരു ആറ്റത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇതാണ് ആ ആറ്റം എന്ന് വിചാരിക്കൂ. ആ ആറ്റത്തിൻ്റെ നടുക്ക് അതിൻ്റെ ന്യൂക്ലിയസും ഉണ്ട്. ഇത് ന്യൂക്ലിയസ്, ഇതതിൻ്റെ മുഴുവൻ ആറ്റം. ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉള്ള ഒരു ആറ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോണും ഇരിക്കുന്നത്. ഒരു പ്രോട്ടോൺ ഉണ്ട്, 1p എന്ന് എഴുതുന്നു, ന്യൂട്രോണും 1 ന്യൂട്രോൺ. ഒരു പ്രോട്ടോൺ ഉള്ളത് കൊണ്ട് തന്നെ അതിനെന്തുണ്ടാകും? ഒരു ഇലക്ട്രോണും ഉണ്ടാകുമല്ലോ, അല്ലേ? പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ നമ്പർ സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം കണക്കാക്കി എഴുതി. ഇനി ചോദിച്ചിരിക്കുന്നു ഇതിൻ്റെ മാസ് എത്രയായിരിക്കും എന്ന്. അപ്പോൾ ഈ കണങ്ങളുടെ എല്ലാം മാസ് കൂട്ടിയാൽ നമുക്ക് കിട്ടുമല്ലോ. ഇലക്ട്രോണിന് മാസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും തമ്മിൽ മാസ് കൂട്ടണം. ഒരു പ്രോട്ടോണിൻ്റെയും ഒരു ന്യൂട്രോണിൻ്റെയും മാസ് കൂട്ടിയാൽ എത്ര കിട്ടും? 1u കൂടെ കൂട്ടുമ്പോൾ 2u എന്ന് നമുക്ക് ആൻസർ കിട്ടണം. അതായത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഉള്ള ഒരു ആറ്റത്തിന് മൊത്തമായിട്ടുള്ള മാസ് 2u ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, 2 പ്രോട്ടോണുകളും 2 ന്യൂട്രോണുകളും ഉള്ള ഒരു ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ആറ്റം എങ്ങനെ വരും? അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ 2 പ്രോട്ടോണുണ്ട്, അതേപോലെ 2 ന്യൂട്രോണും ഉണ്ട്. 2 പ്രോട്ടോൺ ഉള്ളത് കൊണ്ട് തന്നെ അതിന് ചുറ്റും പ്രദക്ഷിണം ചെയ്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും? 2 ഇലക്ട്രോൺസ് ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഇനി ഇതിൻ്റെ മാസ് പറയൂ. എങ്ങനെ നമുക്ക് പറയാം? 2 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺസ് നമ്മൾ 2ആയിട്ട് വരയ്ക്കാം. 2 ഇലക്ട്രോൺസ് ആണെങ്കിലും ഇലക്ട്രോൺസിൻ്റെ മാസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്? അത് ഏകദേശം 0 ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ മാസ് നമുക്ക് കൂട്ടണ്ട. പിന്നെ പോയിട്ട് 2 പ്രോട്ടോണിൻ്റെ മാസ്, ഒരു പ്രോട്ടോണിന് 1u. അപ്പോൾ 2 പ്രോട്ടോൺ ആകുമ്പം 2 പ്ലസ് എത്രയാ? 2 ന്യൂട്രോണും ഉണ്ട്. ഒരു ന്യൂട്രോണും 1u. 2 ന്യൂട്രോൺ വരുമ്പോൾ അവിടെ 2. അപ്പോൾ മൊത്തത്തിലോ 4u എന്ന് നമുക്ക് ആ ടോട്ടൽ ആറ്റത്തിൻ്റെ മാസ് കണക്കാക്കാം. ഇങ്ങനെയാണെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഓഫ് ആൻ ആറ്റം ആൻഡ് ഇറ്റ്സ് മാസ്, അതിനെന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണവും ആറ്റത്തിൻ്റെ മാസും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. എങ്ങനെയായിരിക്കും? നമ്മൾ നേരത്തെ കണ്ടു, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ആയിരുന്നപ്പോൾ 2u എന്ന് മാസ് വന്നു ആറ്റത്തിന്. ഇവിടെയോ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും വന്നപ്പോൾ 4u എന്ന് ആറ്റത്തിന് മാസ് വന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാര്യം മനസ്സിലാക്കാം? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? അത് 4 എന്ന് കിട്ടുമല്ലോ. അതിൻ്റെ എണ്ണം, അതിൻ്റെ കൗണ്ട്, അത് നമ്പർ ഇട്ട് അതിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് നമ്പർ കിട്ടുമോ അത് തന്നെയായിരിക്കും ആറ്റത്തിൻ്റെ മുഴുവൻ മാസ് എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ. മനസ്സിലായില്ലേ? അത് നേരത്തെയും നമ്മളിതുപോലെ തന്നെ കണ്ടു. ഇപ്പം നേരത്തെ പറഞ്ഞത് നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അതായത് 2 അവിടെ കിട്ടിയിരുന്ന ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ആകെ എണ്ണം. അത് തന്നെ ആ 2u എന്നാണല്ലോ മൊത്തം ആറ്റത്തിൻ്റെ മാസ് കിട്ടിയിരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും കണ്ടോ, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ആണ് ഇവിടെ ഉള്ളത്. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ആകെ എണ്ണം 4. അങ്ങനെ ആ 4 തന്നെയാണ് നമുക്കിവിടെ ടോട്ടൽ ആറ്റത്തിൻ്റെ മാസ്സായിട്ടും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്നിക്ക് മനസ്സിലായോ? ഇപ്പം നമ്മൾ പഠിച്ച അതേ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ത്? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണും ന്യൂട്രോണും കൂടെ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണും ന്യൂട്രോണിൻ്റെയും കൂടെ ആകെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതേ വാല്യൂ തന്നെയായിരിക്കും ആ ആറ്റമിൻ്റെ മുഴുവൻ മാസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇന്നത് ക്ലിയർ ആണല്ലോ. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണും ന്യൂട്രോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് ആൻ ആറ്റം, എത്ര യു മാസ് ആ ആറ്റത്തിനുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ കാരണം കൊണ്ട് തന്നെ നമ്മളിപ്പോൾ പഠിച്ച ഇതേ കാരണം, അതായത് പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ, പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കൂടെയുള്ള ആകെ എണ്ണം, അതിൻ്റെ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ മുഴുവനായ മാസ് കിട്ടും എന്നുള്ള ഈ ഒരു കാരണം കൊണ്ട് തന്നെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണത്തെ എന്ത് പേര് വിളിക്കുന്നു? മാസ് നമ്പർ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? മാസ് നമ്പർ എന്താണെന്ന് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഒരു ആറ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട് പ്ലസ് എത്ര ന്യൂട്രോൺ ഉണ്ട് എന്ന് എടുക്കുക. അതിനെയാണ് നമ്മൾ അതിൻ്റെ മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. ആ കാര്യം മനസ്സിലായല്ലോ? എന്തുകൊണ്ട് അതിനെ മാസ് നമ്പർ എന്ന് വിളിക്കുന്നു? കാരണം ആ കൂട്ടി കിട്ടുന്ന ആ സംഖ്യയായിരിക്കും, അത്രയും യൂണിറ്റ് മാസ് ആയിരിക്കും ആ ആറ്റത്തിന് മുഴുവനായിട്ടും ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ മാസ് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കാര്യം ഒരിക്കലും മറക്കാതെ നല്ല രീതിയിൽ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണിൻ്റെ നമ്പർ പ്ലസ് ന്യൂട്രോണിൻ്റെ നമ്പർ. പ്രോട്ടോൺ എത്ര ഉണ്ട് പ്ലസ് ന്യൂട്രോൺ എത്രയുണ്ട് അത്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണു? മാസ് നമ്പർ കിട്ടുന്നു.
അങ്ങനെയാണ് മാസ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇനി ഈ മാസ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ഉണ്ട്. എന്താണ്? എ. എ എന്ന ലെറ്റർ വെച്ചിട്ടാണ്, എ എന്ന അക്ഷരം കൊണ്ടാണ് മാസ് നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ കണ്ട എക്സാമ്പിളിൽ ആ ഒരു ആറ്റത്തിൻ്റെ മാസ് നമ്പർ അല്ലെങ്കിൽ മാസ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? എ ഇസ് ഈക്വൽ ടു 4 എന്ന് പറയായിരുന്നു. കാരണം എന്താ? അവിടുത്തെ പ്രോട്ടോൺ 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ആണല്ലോ. അത് രണ്ടും കൂടെ കൂട്ടിയാൽ 4. ആ 4 ആയിരുന്നു അവിടുത്തെ എ. എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ. മനസ്സിലായല്ലോ കാര്യങ്ങൾ? ഒന്നുകൂടെ കേട്ട് നോക്ക്, നന്നായി മനസ്സിലാക്കുക. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആൻ ആറ്റം ഇസ് കോൾഡ് മാസ് നമ്പർ ആൻഡ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ എ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. അതിനെ എ എന്ന അക്ഷരം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. വീണ്ടും നമ്മളോട് പുസ്തകത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. എന്താണ്? വിച്ച് ഈസ് ദ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾ ഓഫ് ആൻ ആറ്റം ദാറ്റ് ക്യാൻ ബി ഡിസ്പ്ലേസ്ഡ് വെൻ ആറ്റംസ് റബ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ഓർ ദേ അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ വിത്ത് അതർ ആറ്റംസ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആറ്റങ്ങൾ പരസ്പരം ഉരസുമ്പോഴും മറ്റ് ആറ്റങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും സ്ഥാനമാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ള കണം ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ഉത്തരം ഏതാണ്? അതിൻ്റെ ഉത്തരം ഇലക്ട്രോൺസ് ആണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇതിലേതിനാണ് ഈ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴോ അതല്ലെങ്കിൽ 2 സബ്സ്റ്റൻസുകൾ പരസ്പരം റബ്ബ് ചെയ്യുമ്പോഴോ അതിന് സ്ഥാനമാറ്റം ഉണ്ടാവുന്നത് ഇലക്ട്രോൺസിനാണ്. ചോദ്യം നന്നായി മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് ഇപ്പോൾ 2 വസ്തുക്കൾ പരസ്പരം ഉരസുന്നു? നമ്മൾ നേരത്തെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചതുപോലെ ഒരു കോംബ് എടുത്തിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്തിലോ മറ്റോ ഇങ്ങനെ ഉരസുന്നു, അങ്ങനെ റബ്ബ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു സബ്സ്റ്റൻസിൽ നിന്ന് മറ്റൊരു സബ്സ്റ്റൻസിലേക്ക് ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ ഉണ്ടാകുന്നു എന്ന് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചതാണ് 8ാം ക്ലാസ്സിലല്ലേ? അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. അവിടെ നമ്മൾ ഇലക്ട്രോൺസ്, നമ്മളൊരു പടമൊക്കെ വരച്ച് പഠിച്ചിരുന്നു. ഇലക്ട്രോൺസ് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു എന്നാണ് പഠിച്ചത്. എന്നാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചു ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇങ്ങനെ 3 കണങ്ങൾ ആറ്റത്തിൻ്റെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ട് ഇലക്ട്രോൺസ് മാത്രം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നു, അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു, ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുക? എന്തുകൊണ്ട് പ്രോട്ടോൺ, ന്യൂട്രോൺ ഒന്നും പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം പണ്ടേ ചിലരൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നീൽസ് ബോറിൻ്റെ മോഡൽ ഓഫ് ആറ്റത്തിൽ പഠിച്ചതുപോലുള്ള ഒരു മോഡലാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എന്താണ്? ന്യൂക്ലിയസിൻ്റെ അകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. പിന്നെ ഈ വരച്ചിരിക്കുന്നതൊക്കെ എന്താണ്? അതെല്ലാം ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് അതിൻ്റെ ചുറ്റിനും ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നു, റിവോൾവ് ചെയ്യുന്നു നമ്മൾ പഠിച്ചു. ആ ഒരു മോഡൽ നോക്കൂ. ഇനി എന്തെങ്കിലും ഒരു റബ്ബിങ്ങോ ഒരു കെമിക്കൽ റിയാക്ഷനോ നടന്ന് ഈ ആറ്റത്തിന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുകയാണെന്ന് വിചാരിക്കും. ഇതിൻ്റെ സാധാരണ ഇരിക്കുന്ന രൂപത്തിൽ നിന്ന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുകയാണെങ്കിൽ ആറ്റത്തിനെ വിട്ടുപോകാനായിട്ട്, ആറ്റത്തിന് നഷ്ടപ്പെടാനായിട്ട് ഇതിൽ ഏത് കണമാണ് ഏറ്റവും ഈസി? ഏത് പാർട്ടിക്കിളാണ് ആറ്റത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളത്? ഇലക്ട്രോൺസ് അല്ലേ? പ്രത്യേകിച്ച് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നോക്കൂ. എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ അത് ഈ പുറമേ അല്ലേ ആദ്യം എഫക്റ്റ് ചെയ്യുള്ളൂ. ഉള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കുന്ന ന്യൂക്ലിയസിനെ അത് എഫക്റ്റ് ചെയ്യില്ലല്ലോ, പുറമേ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ പുറത്ത് റിവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനാണ് ഏറ്റവും കൂടുതൽ ആറ്റംസ് ഇന്ന് വിട്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ആറ്റം ഇന്ന് നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അതേപോലെ തന്നെ മറ്റേ ആറ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആറ്റത്തിന് ഗെയിൻ ചെയ്യാനായിട്ട്, ആറ്റത്തിന് നേടുന്നതും എന്തിനെ തന്നെയായിരിക്കും? ഇങ്ങനെ മറ്റൊരു ആറ്റത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് വരുന്ന ഇലക്ട്രോൺസിനെ ആയിരിക്കും അത് നേടുന്നത്. അതായത് മറ്റ് 2 കണങ്ങളും പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കുന്നതുകൊണ്ട് ഇതേപോലെ ഒരു റബ്ബിങ്ങോ ഒരു കെമിക്കൽ റിയാക്ഷനോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആറ്റമിനെ പോലെ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നില്ല. മനസ്സിലായോ അതിൻ്റെ കാരണം എന്താണെന്ന്? കാരണം ഇത്രയേ ഉള്ളൂ, പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇലക്ട്രോൺ ആണെങ്കിലോ അതിൻ്റെ ചുറ്റിനും റിവോൾവ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ട്രാൻസ്ഫർ ആയി പോകാനായിട്ട്, മറ്റൊരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ആവാനായിട്ട് ഏറ്റവും എളുപ്പം ഇലക്ട്രോൺസിനാണ്. പ്രത്യേകിച്ച് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കണ്ടോ, ഏറ്റവും പുറമേയുള്ള ആ ഷെല്ലിലെ ഇലക്ട്രോൺസ് ആണ് ഏറ്റവും ആദ്യം പുറമേലേക്ക് ട്രാൻസ്ഫർ ആയി പോവുക. എന്തെങ്കിലും ഒരു റബ്ബിങ്ങോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പോകുന്ന ഏതായിരിക്കും? ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ആയിരിക്കും. അതെല്ലാം കഴിഞ്ഞാലേ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള നെക്സ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺസ് പോകുള്ളൂ. കാര്യം മനസ്സിലായല്ലോ? ഇങ്ങനെ ഏതെങ്കിലും ഒരു ആറ്റം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, മനസ്സിലാക്കൂ, ഏതെങ്കിലും ഒരു ആറ്റം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറഞ്ഞു. ആദ്യം ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം സെയിം ആയിരുന്നല്ലോ. പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇങ്ങനെ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടിയും ഇലക്ട്രോൺ കുറഞ്ഞുമിരിക്കും. അപ്പം ആ ഒരു ആറ്റം ഏത് ചാർജിലിരിക്കും? പോസിറ്റീവ് ചാർജിലിരിക്കും. തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് ചാർജിലിരിക്കും. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് കൂടുതലായിരിക്കും. അത് ആറ്റം നെഗറ്റീവ് ചാർജിലിരിക്കും. നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണത്.
ഇനി ഇങ്ങനെ പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാരണത്തിന് പുറമെ ഒരു കാരണം കൂടെ ഉണ്ട്. ഇലക്ട്രോൺസ് മാത്രം ഇങ്ങനെ റബ്ബിംഗ് ഉണ്ടാകുമ്പോൾ ട്രാൻസ്ഫർ ആയി പോകാനായിട്ട്. അതെന്താണ് ആ കാരണം? നമുക്കറിയാം, ഇലക്ട്രോൺസിന് മാസ് കുറവാണ്, ഏതാണ്ട് നെഗ്ലിജിബിൾ മാസ്. നമ്മൾ 0 എന്നല്ലേ പഠിച്ചത് ഇലക്ട്രോണിൻ്റെ മാസ്. അതേസമയം പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒക്കെ ആണെങ്കിൽ നല്ല മാസ് ഉണ്ട്. നമ്മൾ 1U എന്ന് എഴുതി പഠിച്ചു അല്ലേ? അപ്പോൾ ഇലക്ട്രോൺസ് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് വെയ്റ്റ്ലെസ് ആണ്. സോ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനായിട്ട്, ട്രാൻസ്ഫറായി മറ്റൊരു ആറ്റത്തിലേക്ക് ചാടി പോകാനായിട്ടുള്ള സാധ്യത വെയ്റ്റ്ലെസ് ആയതുകൊണ്ട്, വളരെ വെയിറ്റ് കുറവായതുകൊണ്ട് ഇലക്ട്രോൺസിന് കൂടുതലാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് എന്തെങ്കിലും ഒരു റബ്ബിങ്ങോ ഒരു കെമിക്കൽ റിയാക്ഷനോ ഒക്കെ നടക്കുമ്പോൾ ഇലക്ട്രോൺസ് ഒരാറ്റത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കുക. എന്ത് തന്നെ സംഭവിച്ചാലും, എന്ത് റബ്ബിങ് ഉണ്ടായാലും, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിച്ചതുപോലെ, അല്ലെങ്കിൽ എന്ത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായാലും ഇലക്ട്രോണിൻ്റെ നമ്പറിന് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ പ്രോട്ടോണിൻ്റെ നമ്പർ സെയിം ആയിട്ട് കോൺസ്റ്റൻ്റ് ആയി തന്നെ നിൽക്കുന്നു. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്, നന്നായി ഓർത്തു വയ്ക്കൂ. എന്ത് തന്നെ സംഭവിച്ചാലും പ്രോട്ടോണിൻ്റെ നമ്പറിന് മാറ്റമുണ്ടോ? ഇല്ല. എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഇലക്ട്രോൺസ് അല്ലേ ലോസ് ആവുകയും ഇലക്ട്രോൺസ് ആണ് ഗെയിൻ ആവുകയൊക്കെ ചെയ്യുന്നത്. അതേസമയം പ്രോട്ടോണിൻ്റെ നമ്പർ കോൺസ്റ്റൻ്റ് ആയി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിരുന്നു ഒരു ഗോൾഡ് റിങ്ങും ഒരു അയണിൻ്റെ ഒരു ബ്ലോക്കും എടുക്കുക. എന്തുകൊണ്ടാണ്, അതൊരു എക്സാമ്പിളാണ്, ഓക്കെ. എന്തുകൊണ്ടാണ് പല വസ്തുക്കൾ പലതുപോലെ ഇരിക്കുന്നത്? നമ്മളിപ്പോൾ പഠിച്ചു, എല്ലാ വസ്തുക്കളും ആറ്റംസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ വസ്തുക്കളുടെ ആറ്റംസിൻ്റെ ഉള്ളിൽ ഇതേപോലുള്ള ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെയാണ് ഉള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വൈവിധ്യമായ വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസുകളും എലമെൻറ്റ്സ് ഒക്കെ നമ്മുടെ ചുറ്റിനും ഉള്ളത് എന്നുള്ള ഒരു ചോദ്യം നമുക്കുണ്ടായിരുന്നു. അതിന് ഉത്തരവായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പഠിച്ച ഒരു കാര്യമാണ്, ഓരോ എലമെൻറ്റ്സിൻ്റെയും ആറ്റങ്ങളുടെ ഉള്ളിലുള്ള ഈ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഒക്കെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗോൾഡിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം അല്ല, ഇപ്പോൾ ഗോൾഡിൻ്റെ ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമല്ല ഒരു അയണിൻ്റെ ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം. മനസ്സിലായോ? അങ്ങനെ ആ പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെയൊക്കെ എണ്ണത്തിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഇത്രയധികം മൂലകങ്ങൾ നമ്മുടെ ചുറ്റിനും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ, ഇത്രയും പറഞ്ഞത് മനസ്സിലായെങ്കിൽ, നമുക്ക് പെട്ടെന്ന് ഒരു ആറ്റം ഇങ്ങനെ, നമുക്ക് ഒരു ആറ്റത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ തരികയാണെങ്കിൽ, ഇത്ര ഇലക്ട്രോൺ ഉണ്ട്, ഇത്ര പ്രോട്ടോൺ ആണ് ഈ കാണുന്ന ഒരു ആറ്റത്തിലുള്ളതെന്ന് പറയുവാണെങ്കിൽ, നമുക്കത് ഏത് എലമെൻറ്റിൻ്റെ ആറ്റമാണ് എന്ന് കണ്ടുപിടിക്കണം എന്നുള്ളൊരു ടാസ്ക് ഉണ്ടെന്ന് വിചാരിക്കൂ. മനസ്സിലായോ? അതായത് ഇത്ര പ്രോട്ടോൺ, ഇത്ര ഇലക്ട്രോൺ, ഇത്ര ന്യൂട്രോൺ ഒക്കെയാണ് ഇപ്പോൾ ഈ ആറ്റത്തിൽ ഉള്ളത് എന്ന് നമ്മളിങ്ങനെ പെട്ടെന്ന് കാണുകയാണെങ്കിൽ, അത് ഏത് എലമെൻ്റാണ്, അതായത് അത് ഹൈഡ്രജൻ ആണോ, അത് കാർബൺ ആണോ, അതോ അത് മറ്റെന്തെങ്കിലും നൈട്രജനോ, അങ്ങനെ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ, നമ്മളിതിൻ്റെ ഏത് നമ്പർ, പ്രോട്ടോണിൻ്റെ നമ്പറാണോ ന്യൂട്രോണിൻ്റെ നമ്പറാണോ ഇലക്ട്രോണിൻ്റെ നമ്പർ നോക്കിയാണോ നമ്മൾ ഇത് ഏത് എലമെൻറ്റിൻ്റെ ആറ്റം ആണെന്ന് നമ്മൾ നിശ്ചയിക്കേണ്ടത്? ആ ഒരു ചോദ്യമില്ലേ? അതിൻ്റെ ഉത്തരം എന്താണ്? ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇലക്ട്രോണുകൾ എന്തെങ്കിലും ഇതേപോലെ ഡിസ്റ്റർബൻസ്, റബ്ബിങ്ങോ കെമിക്കൽ റിയാക്ഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെടുകയോ ഗെയിൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഒരാൾ മാത്രം, ഈ പ്രോട്ടോൺ ഒരു വ്യത്യാസവും ഇല്ലാതെ കോൺസ്റ്റൻ്റ് ആയി തന്നെ ഇരിക്കുകയാണ്. ആക്ച്വലി പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ നമ്പർ സെയിം ആയിരുന്നു, പക്ഷേ നമുക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്തിനാണ്? പ്രോട്ടോണിൻ്റെ നമ്പറിനെയാണ്. കാരണം പ്രോട്ടോൺ എവിടെയും നഷ്ടപ്പെട്ടു പോകില്ല, അത് ന്യൂക്ലിയസിൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിൻ്റെ നമ്പർ നോക്കി, എത്ര എണ്ണം പ്രോട്ടോണുകളുണ്ട് എന്ന് നോക്കി നമുക്ക് ഈ ഒരു ആറ്റം ഏത് എലമെൻറ്റിൻ്റെ ആണെന്ന് നിശ്ചയിക്കാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ മാസ് നമ്പർ പഠിച്ച പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഇത്രയും പറഞ്ഞത് മനസ്സിലായല്ലോ. നമ്പർ ഓഫ് പ്രോട്ടോണുകൾ അറിയാമെങ്കിൽ ഈ ഒരു ആറ്റം ഏത് എലമെൻറ്റിൻ്റെ ആണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ഇത് കാർബണിൻ്റെ ആണോ, ഇത് ഫ്ലൂറിൻ്റെ ആണോ, ഏത് എലമെൻറ്റിൻ്റെ ആറ്റം ആണെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. എന്തറിയാമെങ്കിൽ? നമ്പർ ഓഫ് പ്രോട്ടോണുകൾ അറിയാമെങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. ഇപ്പം നമ്മുടെ ഒരു മുഖം നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലേ, കാരണം ഈ ഒരു മുഖം നമുക്ക് മാത്രമല്ലേ ഉള്ളൂ. അതേപോലെയാണ് ഈ നമ്പർ ഓഫ് പ്രോട്ടോൺ, ഈ ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിന് മാത്രമേ അതുള്ളൂ. അതായത് ഒരു എക്സാമ്പിളിന് ഓക്സിജൻ്റെ ഒരു ആറ്റം എടുക്കുക. ഇത് ഓക്സിജൻ്റെ ഒരു ആറ്റം O ആണെന്നിരിക്കട്ടെ, ഓക്കെ. അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ 8 പ്രോട്ടോണുകളാണ് ഉള്ളത്. അപ്പോൾ 8 പ്രോട്ടോണുള്ള ഒരേ ഒരു ആറ്റമേ ഇവിടെ ഉള്ളൂ, അത് ഓക്സിജൻ്റെ ആണ്. അപ്പോൾ നമുക്ക് എവിടെ വെച്ച് 8 പ്രോട്ടോണുകളുള്ള ഒരു ആറ്റം എന്ന് കണ്ടു കഴിഞ്ഞാലും അത് ഓക്സിജൻ ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ചിലപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഇലക്ട്രോൺ ലോസ് ആയി പോയിട്ടുണ്ടായിരിക്കും, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല. അപ്പോൾ അതാണ് ഈ നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ എണ്ണത്തിൻ്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അത് ആ ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. അത് ഏത് ആറ്റമാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും നമ്പർ ഓഫ് പ്രോട്ടോണുകൾ കൊണ്ട്.
ഇപ്പം മനസ്സിലായല്ലോ എന്താണ് നമ്പർ ഓഫ് പ്രോട്ടോണിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന്. അങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണുകളെയാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കുന്നത്. ആറ്റോമിക് നമ്പറിൻ്റെ അഥവാ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. എന്താണ് അത്? ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. നമുക്ക് ക്ലാസ്സിൽ റോൾ നമ്പർ ഉള്ളതുപോലെ അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലേ. നമ്മുടെ റോൾ നമ്പറിൽ മറ്റൊരാളില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതേപോലെ ആറ്റത്തിന് ഒരു നമ്പർ കൊടുക്കുകയാണ്. ഈ നമ്പർ ഓഫ് പ്രോട്ടോൺ 8 നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ 8 എന്ന ആറ്റോമിക് നമ്പർ എന്ന് കേട്ടാൽ നമുക്ക് ഒരു സംശയവും വരില്ല, അത് ഓക്സിജനാണ്. കാരണം ഈ ലോകത്തിൽ ഓക്സിജന് മാത്രമേ ന്യൂക്ലിയസിനകത്ത് 8 പ്രോട്ടോണുകളുള്ളൂ. അതേപോലെ ഓരോ എലമെൻറ്റുകൾക്കും ഈ ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ ആറ്റോമിക് നമ്പർ എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ആറ്റോമിക് നമ്പറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിമ്പൽ Z ആണ്. Z എന്ന സിമ്പൽ കൊണ്ടാണ് നമ്മൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആറ്റോമിക് നമ്പറിനെ. നമ്മൾ നേരത്തെ പഠിച്ചു മാസ് നമ്പർ. മാസ് നമ്പറിനെ എന്തുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്? A കൊണ്ടാണ്. ആറ്റോമിക് നമ്പറിനെയാണ് Z കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് തിരിഞ്ഞു പോകണ്ട. മാസ് നമ്പറിനെയാണ് A കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആറ്റോമിക് നമ്പറിനെ Z കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് തിരിഞ്ഞു പോകണ്ട. ആറ്റോമിക് നമ്പർ A ആയതുകൊണ്ട് അത് ഈ A കാണുമ്പോൾ അത് ആറ്റോമിക് നമ്പർ ആണെന്ന് എഴുതാനുള്ളൊരു ടെൻഡൻസി വരും. പക്ഷെ അങ്ങനെ അല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആറ്റോമിക് നമ്പറിൻ്റെ ഡെഫിനേഷൻ എന്ത് പറയുന്നു? ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ആറ്റോമിക് നമ്പർ. ദ ലെറ്റർ Z ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ആറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. ഇതിനെ Z എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഈ ഒരു ടേബിൾ ശ്രദ്ധിക്കൂ. ഇതിനകത്ത് നമ്മളിപ്പോൾ പഠിച്ച ആറ്റോമിക് നമ്പറിൻ്റെയും മാസ് നമ്പറിനെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആറ്റോമിക് നമ്പർ എന്നാൽ ടോട്ടൽ പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂക്ലിയസിലെ ടോട്ടൽ പ്രോട്ടോണുകളുടെ എണ്ണം. മാസ് നമ്പർ എന്നാലോ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണം. ആറ്റോമിക് നമ്പർ Z കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു, മാസ് നമ്പർ A എന്ന അക്ഷരം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒരു സംശയമില്ലാത്ത രീതിയിൽ നല്ല പക്കയായിട്ട് മനസ്സിലാക്കി വെക്കണം. അടുത്തതായി ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിരിക്കുന്നു. എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ എന്തൊക്കെ പാർട്ടിക്കിൾസിൻ്റെ നമ്പർ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താനാകും? ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഏതെല്ലാം കണങ്ങളുടെ എണ്ണം നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നെ അതിന് ഉത്തരം പറഞ്ഞു നോക്കാം. ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ, ഇനിയിപ്പോൾ ആറ്റോമിക് നമ്പറിനെ നമുക്ക് Z എന്ന് സൂചിപ്പിക്കാമല്ലോ. ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ ഒരു എക്സാമ്പിളിന് 5 ആണെന്ന് തന്നിരിക്കുകയാണെന്ന് വിചാരിക്കും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കാര്യം മനസ്സിലാക്കാം? ആറ്റോമിക് നമ്പർ 5 ആണ്. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണത്തിനെയാണ് ആറ്റോമിക് നമ്പർ സൂചിപ്പിക്കുന്നത്, അല്ലേ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോണുകൾ എത്രയാണ്? 5 ആണ്. ആറ്റോമിക് നമ്പർ 5 ആണെന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ പ്രോട്ടോണിൻ്റെ എണ്ണമാണ്. അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം 5 ആണ്. അതേപോലെ തന്നെ പ്രോട്ടോണുകളുടെ അതേ എണ്ണമാണല്ലോ ഇലക്ട്രോണിന്. അതും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പ്രോട്ടോണിനും ഇലക്ട്രോണിനും ഒരേ എണ്ണമാണ്. അപ്പോൾ ഇലക്ട്രോണും എത്ര തന്നെയായിരിക്കും? 5 എണ്ണം തന്നെയായിരിക്കും. അപ്പോൾ ആറ്റോമിക് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം, ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാം. വേറെ ഒന്നും പറ്റില്ല. ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് ആറ്റോമിക് നമ്പർ മാത്രമാണ് നമ്മുടെ കയ്യിലെങ്കിൽ പറ്റുമോ? ഇല്ല, ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, ആ ആറ്റത്തിൻ്റെ മാസ് നമ്പർ കൂടെ അറിയാമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പോൾ ഇവിടെ നമുക്ക് ആറ്റോമിക് നമ്പർ മാത്രം ഗിവൺ ആയിരുന്നു. ഈ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് അതിൻ്റെ മാസ് നമ്പറും കൂടെ നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ A, അത് ഒരു 6 ആണെന്ന് നമുക്ക് തന്നിരിക്കുകയാണെന്ന് വിചാരിക്കും. അതും കൂടെ അറിയാമെങ്കിൽ, ഈ 2 കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? Z ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ 5 എന്ന് പറയുമ്പോൾ തന്നെ പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എഴുതി. ഇനി മാസ് നമ്പർ 6, A6 ആണെന്നും കൂടെ തന്നിട്ടുണ്ട്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് നമ്പർ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ്. ന്യൂട്രോണിൻ്റെ NEU എന്ന് ഞാൻ എഴുതാമെന്ന് വിചാരിക്കുക. ഈ ക്വസ്റ്റ്യനിൽ തന്നെ മാസ് നമ്പർ A എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 6 ആണെന്ന് തന്നിട്ടുണ്ട്. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? പ്രോട്ടോണിൻ്റെ എണ്ണവും ആറ്റോമിക് നമ്പറും ഒന്ന് തന്നെയാണല്ലോ, അത് 5 ആണ്. പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ്. ഇതിൽ നിന്ന് നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണെന്ന് കിട്ടും? 6 - 5, അതായത് 1 ന്യൂട്രോൺ ആണെന്ന് നമുക്ക് കിട്ടും. ശരിയല്ലേ? അതായത് ആറ്റോമിക് നമ്പറിൻ്റെ ഒപ്പം മാസ് നമ്പറും കൂടെ തരുവാണെങ്കിൽ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാം? ന്യൂട്രോണിൻ്റെ എണ്ണവും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിച്ചത്? 6 - 5 എടുത്തു ഇവിടെ, അല്ലേ? നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കൂ. 6 - 5 എടുത്തു. 6 എന്തായിരുന്നു? മാസ് നമ്പർ. 5 എന്തായിരുന്നു? ആറ്റോമിക് നമ്പർ. അതായത് ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല എന്താണ്? A അഥവാ മാസ് നമ്പർ - Z, അതായത് ആറ്റോമിക് നമ്പർ.
മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. നേരത്തെ പറഞ്ഞ ആ ഒരു പട്ടികയിലേക്ക് ഇതും കൂടെ കൂട്ടിച്ചേർക്കുക. ഏറ്റവും നന്നായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് എ മൈനസ് ഇസഡ്, അതായത് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ, എങ്ങനെയാണ് അത് കിട്ടിയെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എലമെൻറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ സിമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8th പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് സോഡിയം എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് Na എന്ന സിമ്പിൾ വെച്ചിട്ടാണ്, ഒരു സിമ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ എലമെൻറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്സിജനെ O എന്ന സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു, കാർബണെ C എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഈ ഒരു സോഡിയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സിമ്പിളായ Na എന്ന് മാത്രം എഴുതുകയാണെങ്കിൽ അത് ഒരു സോഡിയം ആറ്റത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിടികിട്ടിയോ? അതായത് ഓക്സിജൻ O എന്ന് മാത്രം എഴുതിയാൽ അതെന്താണ്? അത് ഒരു ഓക്സിജൻ ആറ്റമാണ്. ഒരു മോളിക്യൂൾ ആകുന്ന എപ്പോഴാണ്? അതിനെ നമ്മൾ O2 എന്ന് എഴുതുവാണ്. 2 ഓക്സിജൻ ആറ്റം അടുപ്പിച്ചിരിക്കുന്ന ഒരു O2 എന്ന് എഴുതിയാണെങ്കിലാണ് അത് എന്ത്? ഓക്സിജൻ്റെ ഒരു മോളിക്യൂൾ ആകത്തുള്ളൂ. പഠിച്ചിട്ടില്ലേ? ഓക്സിജൻ ഡയാറ്റോമിക് ആണെന്നൊക്കെ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ എങ്ങനെയാണ്? ഒരു സിമ്പിൾ മാത്രം നമ്മൾ എഴുതാണ്, അത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യും? C എന്ന് മാത്രമാണെങ്കിൽ അത് ഒരു കാർബൺ ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ആ സിമ്പിളിനൊപ്പം, അതായത് അത് ഒരു ആറ്റമാണല്ലോ കാണിച്ചിരിക്കുന്നത്, ആ സിമ്പിളിൻ്റെ ഒപ്പം നമുക്ക് അതിൻ്റെ ആറ്റോമിക് നമ്പരും അതിൻ്റെ മാസ് നമ്പരും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആറ്റത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങ് വ്യക്തമാകുമല്ലോ. നമുക്കറിയാം ആറ്റോമിക് നമ്പറും മാസ് നമ്പറും അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു ആറ്റത്തിൻ്റെ കൂടെ അതിൻ്റെ മാസ് നമ്പറും ആറ്റോമിക് നമ്പറും കൂടെ ഈ സിമ്പിളിനോടൊപ്പം തന്നെ ഒന്ന് ചേർക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും എളുപ്പം തന്നെ വ്യക്തമാകാൻ അത് സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിനി മാസ് നമ്പറും ആറ്റോമിക് നമ്പറും ഈ സിമ്പിളിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് മാസ് നമ്പർ ഈ ഇടത്ത് വശത്ത് ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായിട്ട് മാസ് നമ്പർ നമ്മൾ ഇവിടെ എഴുതുന്നു, ആറ്റോമിക് നമ്പർ അതായത് Z എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതുന്നു. മനസ്സിലായോ? ഈ രീതിയിലാണ്. അപ്പോൾ അതായത് ഒരു എലമെൻറ്റിൻ്റെ സിമ്പിൾ എഴുതുകയാണെങ്കിൽ സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേളിലായിട്ട് മാസ് നമ്പരും ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ആറ്റോമിക് നമ്പരും എഴുതണം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സോഡിയത്തിൻ്റെ Na എന്നുള്ളതിൻ്റെ മാസ് നമ്പർ എത്രയാണ്? 23 ആണ്, 23. അപ്പോൾ 23 നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മേളിൽ എഴുതി. അതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്, 11. അതെവിടെ എഴുതി? ലെഫ്റ്റ് സൈഡിൽ താഴത്തായിട്ട് 11 എന്ന് എഴുതി. മനസ്സിലായോ? എൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതി മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്താൽ ഈ ആറ്റത്തിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമാകും. മാസ് നമ്പർ അറിയാം, ആറ്റോമിക് നമ്പർ അറിയാം. അപ്പോൾ നമുക്ക് സോഡിയത്തിൻ്റെ ഉള്ളിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നൊക്കെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എളുപ്പം ഒന്ന് കണ്ടുപിടിച്ചേ. ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോണും പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കറിയാം Z അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ 11 ആണ്. അതായത് പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 11 ആണ്. അത് തന്നെ ആയിരിക്കുമല്ലോ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും സെയിം ആണല്ലോ. അതുപോലെ തന്നെ ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ന്യൂട്രോണിനെ ഞാൻ NEU എന്നല്ലേ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത്. ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? A മൈനസ് Z. A എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് എത്രയാണ്? 12. 23 മൈനസ് 11 12. അത്രയും ന്യൂട്രോണുകളും ഉണ്ടാകും. മനസ്സിലായല്ലോ? പ്രോട്ടോണും ഇലക്ട്രോണും 11 എണ്ണവും ന്യൂട്രോൺ 12 എണ്ണവും. ഇതാണ് ഈ ആറ്റമിനെ കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താനാവുന്ന വിവരം. ഇപ്പോൾ പഠിച്ച കാര്യം ഏറ്റവും നന്നായിട്ട് തറവാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5-6 എക്സാമ്പിൾസ് പെട്ടെന്ന് ചെയ്യാം. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, പക്ഷെ അതുപോലെ നമുക്ക് പഠിച്ച് നന്നായി എക്സൽ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. കാരണം ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ് H, പിന്നെ ഇവിടെ എന്താണ് മാസ് നമ്പറിൻ്റെ ഭാഗത്ത് 1, ആറ്റോമിക് നമ്പറിൻ്റെ ഭാഗത്ത് 1 എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം? H എന്ന സിമ്പിൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എലമെൻ്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതേപോലെ തന്നെ Z അഥവാ ആറ്റോമിക് നമ്പർ എത്രയാ? 1 അല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണവും 1 തന്നെയാണ്. ഇനി മാസ് നമ്പർ ആയ A എത്രയാ? 1 ആ തന്നിരിക്കുന്നത് അല്ലേ? ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് എങ്ങനെ കണക്കാക്കാം? ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കണേ? A മൈനസ് Z. A മൈനസ് Z എത്ര വരും? 1 മൈനസ് 1 0. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ആണുള്ളത്, എന്നാൽ ന്യൂട്രോൺ ഇല്ല എന്ന് മനസ്സിലാക്കാം.
ഇതും അതുപോലെ തന്നെ ഒന്ന് ചെയ്യൂ. നോട്ട്ബുക്കിൽ ഇപ്പോൾ എൻ്റെ ഒപ്പം ചെയ്തു നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് ഇവിടെ ആറ്റമിക് നമ്പറായ ഇസഡ് എത്രയാണ് തന്നിരിക്കുന്നത്. ഇസഡിൻ്റെ സ്ഥാനത്ത് 3 ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കി? ആറ്റമിക് നമ്പർ എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോട്ടോണുകളുടെ എണ്ണം. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 3 ആണ്, ഇലക്ട്രോണിൻ്റെ എണ്ണവും അതുകൊണ്ട് തന്നെ 3 ആണ്. അത് രണ്ടും സെയിം ആയിരിക്കുമല്ലോ. അത് നമ്മൾ കണ്ടുപിടിച്ചു, പ്രോട്ടോണും ഇലക്ട്രോണും കണ്ടുപിടിച്ചു. ഇനി ന്യൂട്രോണിൻ്റെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പർ മൈനസ് ആറ്റമിക് നമ്പർ, എ മൈനസ് ഇസഡ്. എ എവിടെ എഴുതിയിരിക്കുന്നത്? ഈ മേളത്തെ ഭാഗത്ത് 7 മൈനസ് ഇസഡ്. ഇസഡ് എവിടെയാണ്? 3. 7 മൈനസ് 3 അതായത് 4 ആയിരിക്കും ഇതിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം. മനസ്സിലായല്ലോ? അവസാനമായിട്ട് ഒരെണ്ണം കൂടെ നോക്കൂ. AR അതായത് ആർഗണിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എത്രയാണ് ആറ്റോമിക് നമ്പർ? ഇസഡ് തന്നിരിക്കണു 18 അല്ലേ? ഈ ഭാഗത്തല്ലേ 18. അതേപോലെ തന്നെ അപ്പോൾ 18 ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? പ്രോട്ടോണിൻ്റെ എണ്ണവും 18 ആണ്, അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണവും 18 തന്നെയാണ്. ഇനിയോ എത്രയാ? മാസ് നമ്പർ എ എത്രയാണെന്ന് തന്നിരിക്കുന്നു? 40 എന്ന് തന്നിരിക്കുന്നു അല്ലേ? അതിൽ നിന്ന് നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂട്രോണിൻ്റെ എണ്ണം ഇസ് ഈക്വൽ ടു എ മൈനസ് ഇസഡ്, അതായത് 40 മൈനസ് 18. അത് എത്രയാണ് വരുന്നത്? 22. മനസ്സിലായോ? ന്യൂട്രോണിൻ്റെ എണ്ണം 22, പ്രോട്ടോണും ഇലക്ട്രോണും 18 വീതം വെച്ച്. മനസ്സിലായല്ലോ? ഇങ്ങനെ ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ബാക്കിയും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. കറക്റ്റായ ഉത്തരം കിട്ടും. എല്ലാം നന്നായിട്ട് ചെയ്ത് നോക്കുക. നമുക്ക് നല്ല തറവായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കെമിസ്ട്രി നല്ല സുഖമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാൻ പറ്റുള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം.